ലൈറ്റ് ബോയ് കയ്യിലൊരു ലൈറ്റൊക്കെ ഉണ്ട്. ഈ കഥ നടക്കുന്നത് പാകിസ്ഥാനിലല്ല, അമേരിക്കയിലല്ല, അങ്ങ് അറബി നാട്ടിലല്ല, ഇത് ഈ കൊച്ചു കേരളത്തിലാണ്. കൊച്ചു കേരളത്തിൽ വേറെ എങ്ങും അല്ല. അണ്ണൻ ജിം അടിക്കുമ്പോ ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ ഇത് ജിമ്മിൽ പോകുന്നതല്ല, അവിടെ കിടന്ന് ഫോട്ടോഷൂട്ടിന് പോകുന്നതാണ്. അപ്പൊ എല്ലാവരും എന്നെ കിടന്ന് എന്തൊരു ചീത്തോടിയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് കണ്ട? എനിക്കറിയാൻ മേലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ കയ്യിലിരിക്കുന്ന മയിരും കൊണ്ട് എല്ലായിടത്തും പോവോ? കക്കൂസിലൊക്കെ ഈ മയിര് കാണുമോ? ഈ മയിരും കൊണ്ടാണോ ഇവന്മാര് നടക്കുന്നത് എപ്പോഴും? അല്ല, അറിയാൻ വേണ്ടി ജിമ്മിൽ പോകുമ്പോൾ ഈ മയിരും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൂറാൻ പോകുമ്പോഴും ഈ മയിരും കൊണ്ട് പോകുന്നുണ്ടാവും. ഇവനിങ്ങനെ പോക്കി പിടിച്ച് നിൽക്കുമായിരിക്കും, ആർക്കറിയാം. ഈ വെളിച്ചമില്ലാതെ വെളിച്ചമല്ലേ, വെളിച്ചം എന്തിനാ? വെളിച്ചം ദുഃഖമല്ലുണ്ണി. ഈ നിൽക്കുന്നുണ്ടോ? മുന്നിലും കാണും ലൈറ്റുകാരൻ. 2-3 സൈഡിൽ നിന്ന് ലൈറ്റും കൊടുത്ത് ചരിഞ്ഞ് നോക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഈ കൂളറുണ്ട്, കുറെ ഫാൻസ്. ഓ ഏട്ടൻ മാസ് കോസ്. വേറെ എവിടെയും പോകുന്നില്ല ഇപ്പൊ, അതിനകത്ത് രസം കണ്ട് നോക്കുന്നുണ്ട്. ജിമ്മിലൊക്കെ ട്രെഡ്മില്ലൊക്കെ കിടക്കണം ഇങ്ങനെ നോക്ക്. എല്ലായിടത്തും പോയി നാണം കെട്ട ഒരാള്. അതാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജിമ്മിൽ പോയി നാണം കെട്ട് കണ്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്തേലും ആയിട്ട് വരും. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിട്ട് പോയാൽ ഈ ഇപ്പൊ വരും എന്തേലും പൊട്ടത്തരം കൊണ്ട്. ഇപ്പൊ വേണ്ട ജിമ്മിൽ പോയി നാണം കെട്ട്. ഇതിനു മുമ്പ് എവിടെയൊക്കെ നാണം കെട്ടെ? കൊറോണ വന്നപ്പോൾ നാണം കെട്ടു, ഫ്ലഡ് വന്നപ്പോൾ നാണം കെട്ടു, ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ നാണം കെട്ടു. അങ്ങനെ നാച്ചുറൽ കലാമിറ്റീസിലെല്ലാം നാണം കെട്ടു. പിന്നെ സിനിമയിൽ ഓൾറെഡി വല്ലാണ്ട് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ കലാമേഖല എന്ന് പറയുമ്പോൾ സിനിമയിൽ നാണം കെട്ടു, നാടകത്തിൽ നാണം കെട്ടു, പാട്ട് പാടാൻ പോയി നാണം കെട്ടു. പിന്നെന്തുവാ വേറെ ഏതൊക്കെ മേഖല? പാട്ട് എഴുതി നാണം കെട്ടു, ബ്ലോഗ് എഴുതി നാണം കെട്ടു, നാറി. പിന്നെ ശാസ്ത്രം വരെ നാണം കെട്ടു, ബോട്ടോക്സ് ചെയ്ത് അങ്ങനെ നാണം കെട്ട്, താടി എടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. അങ്ങനെ പല പല മേഖലകളിൽ നാണം കെട്ട് പോട്ടെ. സ്പോർട്സ് ക്രിക്കറ്റിൽ പോയി അങ്ങനെ നാണം കെട്ടു. വേറെ എവിടെയൊക്കെ പോയി നാണം കെട്ടിട്ടുണ്ട്? ക്രിക്കറ്റ് കളിച്ച് നാണം കെട്ടു, ഫുട്ബോൾ കളിച്ച് നാണം കെട്ടാന്നോ? അത് പിന്നെ സിനിമയിൽ നല്ലൊരു നാണക്കേടാന്ന്. വേറെ എവിടെയൊക്കെയാ നാണം കെട്ടതോ? അല്ല, ഇതുവരെ ഇത്രയും മേഖലകളിൽ നാണം കെട്ട വേറൊരു വ്യക്തിയെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ പേരൊന്ന് താഴെ കമന്റിൽ ഇട്ടോ വേണമെങ്കിൽ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഏരിയകളിൽ നാണം കെടുക എന്ന് പറയുമ്പോൾ ആ പട്ടാളത്തെ നാണം കെട്ടുന്ന, പട്ടാള വേഷം കെട്ടി നാണം കെട്ടു, പട്ടാളത്തെ മുഴുവൻ നാണം കെടുത്തി. അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച് പട്ടാളത്തെ നാണം കെടുത്തിയേക്കുക. പിന്നെ ഇയാൾ പട്ടാള വേഷം ഇട്ട് അങ്ങനെ നാണം കെട്ടു. ഇങ്ങനെ നിങ്ങൾക്ക് നാണം കെടാൻ ഒരു ജീവിതം, ഇത്രയും ചെറിയ ജീവിതം കൊണ്ട് ഇത്രയും മേഖലകളിൽ നാണം കെടാൻ വേറെ ആർക്കും പറ്റിയിട്ടില്ല ഇന്ത്യയിൽ. വേറെ രാജ്യങ്ങളിൽ ഇങ്ങനെ നാണം കെടുന്നവരില്ല, അതുകൊണ്ടാണ് കേട്ടോ. പലരും പല രീതിയിൽ നാണം കെടും. പക്ഷെ ഇത് എന്തോ പറയണ്ട, നാണം കെടേണ്ട ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ആളുകൾ നാണം കെടുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മനുഷ്യർക്ക് ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ ശരിയാ, പല നാണക്കേട് നമുക്കും ഉണ്ടാവും. ചിലർ വിചാരിക്കുന്ന എന്നാ അറിയോ, ലോക്കപ്പിലെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന നാണക്കേടാന്നാ. അങ്ങനത്തെ ഫോട്ടോ എടുക്കുന്ന നാണക്കേടൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നും ആവാത്തതുകൊണ്ട് എനിക്ക് വലിയ നാണക്കേട് തോന്നിയില്ല. കാരണം എനിക്കറിയാലോ ഇപ്പുറത്ത് ഇതിലും കൂടുതൽ നാണം കെട്ടവന്മാരുണ്ടെന്ന്. ഞാൻ പാട്ട് പാടി നാണം കെട്ടിട്ടില്ല, സിനിമയിൽ അഭിനയിച്ച് നാണം കെട്ടിട്ടില്ല, ബോട്ടോക്സ് ചെയ്ത് നാണം കെട്ടിട്ടില്ല, ക്രിക്കറ്റ് കളിച്ച് നാണം കെട്ടിട്ടില്ല, ഫുട്ബോൾ കളിച്ച് നാണം കെട്ടിട്ടില്ല, ബ്ലോഗ് എഴുതി നാണം കെട്ടിട്ടില്ല, പിന്നെന്താ ജിമ്മിൽ പോയി നാണം കെട്ടിട്ടില്ല, മിലിറ്ററി പോയി നാണം കെട്ടില്ല, മിലിറ്ററി നാണം കെടുത്തിട്ടില്ല, എയർപോർട്ട് വരെ ഇപ്പൊ നാണക്കേടാകാൻ പോകും. കുറച്ച് ദിവസം നമുക്ക് എയർപോർട്ടിൽ ഒരു നാണക്കേടുണ്ടാവും. കുറെ പ്രാവശ്യമായിട്ട് എയർപോർട്ടിൽ ഷൂട്ട് നടക്കുന്നുണ്ട്. അടുത്തത് എയർപോർട്ട് ദുരന്തം. അവിടെ നാണം കെടും. കുറച്ച് പ്രാവശ്യമായി കാണുന്നു ഇങ്ങനെ എയർപോർട്ടിൽ കൂടെ പെട്ടിയും തൂക്കിക്കൊണ്ടൊരു നടപ്പ്. അവനെ കുണുകുണാന്ന് കുറെ മ്യൂസിക് ഇടാൻ കുറെ പോഴന്മാര്, വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതോ PR ടീമുകാരെ ഏൽപ്പിച്ചേക്കുന്നോണ്ട് ചെയ്തോണ്ടിരിക്കുന്ന കൂലിപ്പണി. അത്രേ ഉള്ളൂ. അങ്ങനെ എവിടെയൊക്കെ പിന്നെ നാണം കെട്ട സ്ഥലങ്ങൾ കാണും കേട്ടോ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നത് നമുക്ക് രാഷ്ട്രത്തെ തന്നെ നാണം കെടുത്താണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങി നാണം കിടന്നു. അതാണ് അവരിങ്ങനെയാ. ശരിയാ, നാണം കെട്ട നാറിയവന്മാരെ ചുമക്കുന്ന സംഘടന ആയതുകൊണ്ടായിരിക്കും. സുരേഷ് ഗോപി, മോഹൻലാല്, മറ്റേ അവൻ ആനകൃഷ്ണയുടെ ദീപന്റെ അയ്യോ കൊടിയും പിടിച്ചു. മറ്റേ ഇയാള് വേറെ സാധനമുണ്ട്, ഏതായത് വേറൊരുണ്ട്, അഹനകൃഷ്ണയുടെ അപ്പനുണ്ടല്ലോ ഒരുപാട് നാണം കെട്ട നാറിയവന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നിടത്തോട്ട് ചേരാൻ പുള്ളിക്കും തോന്നും.
അത് അങ്ങനെയുള്ളവരുടെ ഏരിയ. എന്റെ അഭിപ്രായത്തിൽ ഈ കെ സുരേന്ദ്രനെ മാറ്റിയിട്ട് മോഹൻലാലിനെ അയ്യോ പൊളിക്കാം, സംസ്ഥാന സെക്രട്ടറി ആക്കണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും BJP വോട്ട് ചെയ്യും. പിന്നില്ലേ പട്ടാളത്തിൽ കയറുന്നു, അത്രയും എളുപ്പമൊന്നും അതിലും എളുപ്പമാണ് വോട്ട് ചെയ്യുന്നത്. ആർമിയിൽ ജോയിൻ ചെയ്യുന്ന പദവി കൊടുത്തതിന് ശേഷം എത്രയോ 4 കോടി പേരെ കണ്ട് കേരളത്തിൽ നിന്ന് പട്ടാളത്തിൽ കയറിയെന്ന് പറഞ്ഞു. ആ പട്ടാളക്കാരുടെ വോട്ടുണ്ട് BJPക്ക് ഇവിടെ വോട്ട് കിട്ടും, അല്ല ഏതെങ്കിലും സീറ്റ് കിട്ടും. മോഹൻലാൽ പട്ടാളത്തിൽ കയറുന്ന കണ്ടിട്ട് കയറിയവന്മാരുണ്ടല്ലോ. മോഹൻലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്നാണ്. അങ്ങനെ ഇന്ത്യയിലോട്ട് വേറെ പുറത്തുനിന്ന് ഒത്തിരി ആൾക്കാർ വരും. അതെ അതെ, വിദേശികൾ ഇന്ത്യ തേടി വരുന്നത് എന്താണ് കാര്യം? 7ാം നമ്പർ നടൻ മുഖ്യ പ്രധാനമന്ത്രി ആയല്ലോ. അപ്പൊ പിന്നെ ലോക സിനിമ മുഴുവൻ ഇനി ഇന്ത്യയിലോട്ട് അവരൊക്കെ വരും. ഏത് ഹോളിവുഡുകാരൊക്കെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുമായിരിക്കും ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കാണ്. എന്നാൽ ഇങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് അത് ശരിയാ കേട്ടോ. അങ്ങനെയൊക്കെ ഒരു അവസരം കൊടുത്ത് അഭിനയിക്കും, മുഖ്യമന്ത്രിയായിട്ട് അഭിനയിക്കുക. പിന്നെന്താ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അല്ല ശരിക്കും വേറൊരു കാര്യമുണ്ട്, ഈ മോഹൻലാൽ ശരിക്കും ഇല്ല, അതറിയാമോ എനിക്ക്? മോഹൻലാൽ ആളില്ല, മോഹൻലാൽ ഇല്ല ശരിക്കും, രഞ്ജിത്താണുള്ളത്. രഞ്ജിത്താണ് ശരിക്കും മോഹൻലാൽ. അതിന് മുമ്പ് വേറെ ആരോ, അതിന് മുമ്പ് മോഹൻലാൽ വേറെ ആരോ ആയിരുന്നു. ഇപ്പൊ രഞ്ജിത്താണ്. കുറച്ച് കാലമായിട്ട് രഞ്ജിത്ത്, പത്മനാഭനായിരുന്നു കുറച്ചാള്. അന്ന് വലിയ ശല്യം ഇല്ല, മിണ്ടാതെ പോകുമായിരുന്നു. സോഷ്യൽ മീഡിയയിലായിരുന്നു. സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ ഇപ്പൊ പത്മനാഭൻ ഉള്ള സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഇയാൾ ചിലപ്പോ വേറെ മൂഡ് പിടിച്ച് നടന്നേനെ. ഇയാള് രഞ്ജിത്തിന്റെ പരിപാടി പിടിച്ചു, ഓന്തിന്റെ പോലെ അല്ലേ, എവിടെയും തൊട്ട് അവിടെ കളർ മാറി അവിടെ. ഇയാളൊരു മോശം നടനായിരുന്നു എന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല. പക്ഷെ ഇയാള് ഒരു സാധനം പിടിച്ചിട്ട് ഇയാളെ പൊട്ടത്തരം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. ഇയാള് മറ്റേ തിരുമലും ഏട്ടനാണ് അത് മറക്കരുത് എന്ന് പറഞ്ഞ സാധനമൊക്കെ പിടിച്ച് പുള്ളി ഇങ്ങനെ നടക്കുക. അതൊക്കെ ആ മരപ്പാഴുണ്ടാക്കിയതാ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്ന പ്രത്യേകതര മരത്തിൽ കൊത്തിയെടുത്ത പാഴ് രഞ്ജിത്ത്. തീട്ട കുറെ പരിപാടിയും കൊണ്ട് ഇറങ്ങിയവന്മാര് ഷാജി കൈലാസും രഞ്ജിത്തും കൂടി ഉണ്ടാക്കിയത് വേറെ ഊളക്കുറെ. മലയാള സിനിമയിലെ ഏറ്റവും മോശം കാലഘട്ടം, തറ സിനിമകള്, തറ കഥാപാത്രങ്ങള്, ഭയങ്കര അടിപൊളിയാന്ന് അവന്മാരുടെ വിചാരമാണ് ഇത്. ഇതൊക്കെയാ സിനിമയിലൊക്കെ വിചാരിച്ച് കുറെ വാണങ്ങള് എടുത്തോണ്ട് പോകും. ഇവനെയൊക്കെ ആരുടെ ചില ടീമുകൾ ആരാണ്ടൊക്കെ പറയുന്നത് കിംകി ഡ്യൂക്കും രഞ്ജിത്തും ഒക്കെ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടമൊക്കെ പറയും ഈ ഊളപ്പടങ്ങൾ കാണിച്ചിട്ട്. ഇവന്റെ ഏത് പടമാണുള്ളത് എനിക്കറിയില്ല. കിൻഡിയൻ ട്രിപ്പ് ഒരു സാധനമുണ്ട്, എന്തോ പഴമാണോ അത്. പിന്നെ അതാണ് സ്പിരിറ്റ് രഞ്ജിത്തിന്റെ മറ്റേ അതൊക്കെ ഇയാളുടെ ഈ പറയുന്ന ഫ്യൂഡൽ മാടമ്പിയാണല്ലോ. ഇയാള് മറ്റേ സാധനം എഴുതിയത് അങ്ങനെയാണ്, ഫ്യൂഡൽ മാടമ്പി. ലാലേട്ടൻ അതങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഫ്യൂഡൽ മാടമ്പി സംഭവം. അപ്പൊ ഇയാളാണെങ്കിൽ ചെറിയ നായർ ലോബിയൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇയാളങ്ങോട്ട് ഫ്യൂഡലായി, കഷ്ടമുണ്ട് മാടമ്പി ആയിട്ട്. പിന്നെ അങ്ങനെയാ ഇങ്ങനെ ആയത്, ഗതികിട്ട് പോയത്, ഒന്നിനും കൊള്ളാത്തതായി പോയത്. പേര് ചേർന്ന ആ പാവത്തിന് അതിനൊന്നും അറിയത്തില്ല, അറിയില്ല അതിനെന്താ കൂടാറുന്ന ഇവര് ഊമ്പിച്ചെല്ലാരും കൂടി കളിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അവന്മാരെന്തോ ആയി, ഒന്നും ആയില്ല, താണ്ട് കിടക്കുന്നു മുമ്പിൽ തെറ്റി. ഇതാ പറയുന്നത് പൊട്ടനെ ചട്ടിയെ ദൈവം ചതിക്കണം. നമ്മൾ ആരെ പേഴ്സണലി ഉദ്ദേശിച്ച് പറയാനുണ്ട്. ഇതൊരു പഴഞ്ചല്ല, ഇത് ഓൾഡ് അങ്ങനെയൊക്കെ പറയുന്നത്. അതെ അതെ അങ്ങനെയാ അത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യം വിഷയത്തിൽ നിന്ന് ഒരുപാട് തെന്നി മാറിയെങ്കിലും ലൈറ്റ്